ഇതാണ് ചൂരൽമലി മുണ്ടക്കയും. ഒരു കൊല്ലായിട്ടും പല വ്ളോഗർമാരും വന്ന് വീഡിയോ ചെയ്തപ്പോഴും ഈ സ്ഥലത്തേക്ക് കാണാനും ഇവിടേക്ക് വരാനും ഒരുങ്ങാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഒന്നും കൊണ്ടല്ലോ. ജൂലൈ 30 എന്ന ഒരൊറ്റ ദിവസം നട്ടപ്പാതിരക്ക് കുറെ മനുഷ്യന്മാരെ ജീവനും ജീവിതവും തച്ച് തകർത്തെ ഈ മണ്ണിൽ വന്ന് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ റീച്ച് എനിക്ക് മാണ്ടേനും. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഈ മണ്ണിക്ക് ഇന്നെ വിളിച്ചു വരുത്തിയത് പ്രിയപ്പെട്ട ഈ സൈനുക്കിയും ഈ ഉസ്മാൻ ബാപ്പുക്കിയാണ്. എന്റെ ഒപ്പം നടക്കണ ഈ ഉസ്മാൻ ബാപ്പു അന്ന് ഈ ഉരുൾപൊട്ടലിൽ പെട്ട് മരിച്ച് ജീവിച്ച മനുഷ്യനാണ്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കണ്ടമാനം പെരകളുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാ ഫണ്ടോടെ ഇവർക്കൊക്കെ പെരണ്ടാക്കി കൊടുത്തോ? അതിനുള്ള ഉത്തരം നമ്മൾ തരാം. ഇവിടെ നോക്കി, ഈ കാണുന്ന പെരക്കാരൻ അന്തി ഉറങ്ങിനെ കട്ടില് മുറ്റത്തെത്തിച്ച വെള്ളം ഇവിടുത്തെ ഓരോ പെരന്റെ ഉള്ളിലും ലോഡ് കണക്കിന് മണ്ണും കല്ലും ചളിയും കൊല്ലങ്ങളോളം ഒരുക്കൂട്ടി വെച്ച് കെട്ടിപ്പൊന്തിച്ച ഒരുപാട് മനുഷ്യന്മാരെ ഒരു ആയുസിന്റെ അധ്വാനാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കാണുന്ന കല്ലുകളും പാറകളും ചെളികളും എല്ലാം ദാ ഈ കോലത്തിൽ തകർത്ത് തരിപ്പണാക്കിയത്. ഈ പെരുമ്പൽപ്പുള്ള കല്ലൊക്കെ ഒന്ന് മേത്ത് വീണാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു രാത്രി മൂടി പൊതച്ച് ഉറങ്ങുമ്പോ ഉറക്കത്തിന്റെ അടുക്ക് മേത്ത് കൂടെ വന്ന് വീണ് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മരിച്ചു വീണ എത്ര മനുഷ്യന്മാരുണ്ട് ഈ മണ്ണിന്റെ അടിയിൽ അറിയോ? പാറക്കല്ലിന്റെ അടിയിൽ ചളിയിൽ ശ്വാസം മുട്ടി ജീവനും വേണ്ടി ആർത്ത് വിളിച്ച് കൂരിരുട്ട് മൂടിയ മഴ ചോരാത്ത നട്ട പാതിര നേരം. പിറ്റേന്ന് നേരം വെളുക്കുമ്പോത്തിന് പാഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയത് ഉറക്കത്ത് നുണരാത്ത കുറെ മയ്യത്തുകൾ. ഉസ്മാൻ ബാപ്പുവിനെ പോലെ ചളിയിൽ പൂണ്ടിട്ടും മരത്തുമ്മല് പിടിച്ചിട്ടും പാറക്കല്ലുമ്മല് പറ്റിപ്പിടിച്ചു നിന്നിട്ടും കയ്യും കാലും എല്ലും പല്ലും പൊട്ടി ഇന്നും മരിച്ചു ജീവിക്കുന്ന രോഗികളായ രക്ഷപ്പെട്ട കുറെ പാവങ്ങൾ. ഏതൊക്കെ നാട്ടിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകര് കൈ കൊടുത്ത് രക്ഷിച്ചത് ഇവലൊക്കെയാണ്. ഞാൻ ഈ നടക്കുന്ന മണ്ണില് കുറെ അമ്മമാരെ, ഉമ്മമാരെ, മക്കളെ, അച്ഛനെ, ബാപ്പാനെ, ഏട്ടനെ, അഞ്ചനെ, പെങ്ങന്മാരെ, സ്വന്തം കെട്ടിയോനെ, കൂടപ്പറപ്പുകളെ, കുടുംബം മൊത്തം പോയോല് ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ എത്രയോ ആൾക്കാരെ സ്വപ്നങ്ങളുണ്ട്, വേദനകളുണ്ട് ഇവിടെ. അതിലാരൊക്കെ ഇന്നും ഈ മണ്ണിന്റെ അടിയിലുണ്ട്. ഇതിൽ കൂടെ നടക്കുമ്പോ ബാപ്പുക്ക പറയുന്നുണ്ട്, ജുനൈസേ കരുതാട്ടോ, കിണറുണ്ട്, കക്കൂസുകുയുണ്ട്, ഒക്കെ ഉണ്ടാവുന്നു. അതിന്റെ ഒക്കെ മോളിൽ കൂടെയാണ് നമ്മളെ നടത്താന്ന്. ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് കൊല്ലങ്ങളായിട്ടുള്ള ബാപ്പുക്കാക്ക് അറിയണത്രേ ഈ ചൂരൽമലനെയും മുണ്ടക്കൈനെയും ഇവിടുത്തെ പെരകളും സ്ഥലങ്ങളും വേറെ ആർക്കറിയാനാ. ഇവിടെ ഒരു കാറ് തകർന്ന് തരിപ്പണായി കിടക്കണ് ഈ പെരക്കാരൻ്റെതാണെന്നാ ബാപ്പുക്ക പറഞ്ഞത്. ഈ ഭാഗത്ത് കാണുന്ന പെരകളിലൊക്കെ അന്ന് മോൾന്ന് പാഞ്ഞു വന്ന ആൾക്കാർ വന്നു നിന്നതുകൊണ്ട് മറ്റുള്ള അയൽവാസികളെയും കൂടപ്പറപ്പുകളെയും മരണം മുന്നിൽ കണ്ടു നിന്നത് ഇങ്ങേ തലക്കുള്ള ഈ പെരകളെ മുകളിൽ തടിച്ചു കൂടിയാലാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഓൾക്കൊന്ന് നിലവിളിച്ചാൽ മാത്രമേ കഴിഞ്ഞുള്ളൂ, രക്ഷിച്ചാൻ കഴിഞ്ഞില്ല. ഈ കാണുന്ന പെര നോക്കി ഇന്റെ ഒപ്പള്ള ഈ ബാപ്പുക്ക പെയിന്റിങ് പണിയെടുത്ത് തലേ ദിവസം വരെ കൂലി വാങ്ങിപ്പോയ ഒരു കുടിയിരിപ്പ് പോലും കഴിയാത്തൊരു പെരയാണ്. തൊട്ടടുത്ത് തന്നെ ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചപ്പും കണ്ടമാനം പച്ച മനസ്സുള്ള മനുഷ്യന്മാരെ തിങ്ങി പാർത്തിന ഈ നാട് ജൂലൈ 30 എന്ന ഒരൊറ്റ രാത്രി കൊണ്ട് വലിയ പാറക്കല്ലുകൾ മാത്രമായി മാറി. 1 കോടി ഉറുപ്പ്യോളം വില മതിക്കണേ ഒരു പെര ഇവിടെ ഉണ്ടായിന്ന് ബാപ്പുക്ക പറയാണ്. ഇന്ന് ഈ വള്ളക്കെട്ടിന്റെ ഇടയിൽ അങ്ങനെ ഒരു പെര ഇവിടെ ഉണ്ടായിന്ന് പറഞ്ഞറിയിച്ചേണ്ടി വരും. ഇവിടെ വന്ന് കണ്ട ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് അതിന്റെ ഒരു കമ്പിന്റെ കശം പോലും